വീണ്ടും ഒരു മാമ്പഴക്കാലമെത്തി. മധുരമൂർന്ന വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ കമ്പോളങ്ങളിൽ നിറയാൻ തുടങ്ങി. എന്നാൽ അമിതലാഭം നേടാനുള്ള വ്യഗ്രത മാമ്പഴങ്ങളെ വിഷയമയമാക്കുന്നതായി റിപ്പോർട്ട്. മാരകമായ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കൃത്രിമമായി പഴുപ്പിച്ച മാമ്പഴങ്ങൾ സംസ്ഥാനത്തെ വിപണിയിൽ സജീവമായിട്ടുണ്ട്. കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച മാമ്പഴങ്ങളാണ് മാർക്കറ്റുകളിലെത്തുന്നത്. മൂപ്പത്താത്ത മാമ്പഴങ്ങൾ ബോക്സുകളിലാക്കി അവയിൽ കാൽസ്യം കാർബൈഡിന്റെ പൊതിവെച്ചാണ് കൃത്രിമമായി പഴുപ്പിക്കുന്നത്. ഇങ്ങനെ പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾക്ക് നിറവും ഭംഗിയും കൂടുതലാണ്. കൂടാതെ മാമ്പഴങ്ങൾ പെട്ടെന്ന് കേടാകുകയില്ല. ഇതിനാലാണ് വ്യാപാരികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും മാങ്ങകൾ എത്തുന്നത്. ഇവയിലാണ് വിഷപ്രയോഗം കൂടുതൽ നടക്കുന്നത്. മാമ്പഴക്കാലം തുടങ്ങുന്നതു മുതൽ അവസാനം വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാമ്പഴങ്ങൾ കേരളത്തിലെത്താറുണ്ട്. തോട്ടങ്ങളിൽ നിന്ന് പറിച്ച മാങ്ങകൾ വിഷലായനിയിൽ മുക്കി തുടക്കുന്നതോടെ ഇതിന് കൂടുതൽ നിറം വരുന്നു. പിന്നീട് മണിക്കൂറുകൾ കൊണ്ട് പഴുപ്പിച്ചെടുക്കാവുന്ന രീതിയിലുള്ള വിഷപ്രയോഗമാണ് നടക്കുക. വലിയ ഗോഡൌണുകളിൽ കൂട്ടിയിട്ട് രാസവസ്തു വിതറി പഴുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് കയറ്റിയയക്കുന്ന മാങ്ങകളിലും ചെറിയ തോതിൽ വിഷപ്രയോഗം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത്തവണ കാലാവസ്ഥ അനുകൂലമായതിനാൽ മാവുകൾ നന്നായി പൂക്കുകയും ഫലലഭ്യത കൂടുതലാവുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നാട്ടിൻപുറങ്ങളിൽ വിവിധ തരത്തിലുള്ള മാങ്ങകൾ സുലഭമാണ്. ഇവ പലപ്പോഴും വേണ്ടവിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ കർഷകർക്ക് സാധിക്കാറില്ല. അതിനു പകരം കേരളത്തിലെ നഗരവിപണികൾ മറുനാടൻ ഇനങ്ങളാണ് കൈയടക്കാറുള്ളത്. വിഷം ചേർത്ത് വിൽക്കുന്ന മാങ്ങകൾ പിടികൂടി നശിപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയുണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കേരളത്തിലെ മാമ്പഴ സീസൺ അവസാനിക്കുന്നത് ആന്ധ്ര, മുതലമട, തമിഴ്നാട് മാങ്ങകൾ കൊണ്ടാണ്. മഞ്ഞ നിറത്തിലുള്ള തെങ്ങനംപള്ളി, നീലം, അൽഫോൻസ എന്നിവയാണ് ഡിമാൻഡുള്ള മറുനാടൻ മാങ്ങകൾ. നീലം തമിഴ്നാടിന്റെ സ്വന്തം മാങ്ങയാണ്. ഇവ ഏപ്രിൽ മാസമാണ് കൂടുതലായും വരുന്നത്. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൈഡ് പൊടിയും ഇത്തഡോൺ എന്ന രാസവസ്തുവുമാണ് മാങ്ങ പഴുപ്പിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വേഗത്തിൽ പഴുപ്പിക്കാൻ വേണ്ടി ഇത്തഡോൺ, എത്തിഫോൺ എന്നീ പേരുകളിൽ വിപണിയിൽ ലഭ്യമാകുന്ന രാസപദാർത്ഥം പച്ചമാങ്ങയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയുമുണ്ട്. മാമ്പഴത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന കാർബൈഡ് മാരകമായ ആരോഗ്യപ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തെയും രക്തചംക്രമണത്തെയും ഇത് കാര്യമായി ബാധിക്കും.